ധർമ്മസ്ഥലയിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച കേസിലാണ് അറസ്റ്റ് നടന്നതെങ്കിലും ചില നിർണായക വിവരങ്ങൾ അറിയുന്ന ഒരാൾ കൂടിയാണ് ഈ വ്യക്തി എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. സോമനാഥ് സാഫല്യ എന്നാണ് അറസ്റ്റിലായ വ്യക്തിയുടെ പേര്. അന്വേഷണ സംഘം അതിശക്തമായി തന്നെ മുന്നോട്ട് പോകുകയാണ്, എല്ലാ തെളിവുകളും ശേഖരിച്ചുകൊണ്ട്. ഏകദേശം 65ഓളം വരുന്ന ധർമ്മസ്ഥലയിലെ ഗുണ്ടകളാണ് മിനിഞ്ഞാന്ന് വൈകുന്നേരം മാരകായുധങ്ങളുമായി വന്ന് മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചത്. കൊലപാതക പരമ്പരകൾ പുറത്തു കൊണ്ടുവന്ന പ്രധാനപ്പെട്ട യൂട്യൂബ് ചാനലുകളെയും ന്യൂസ് 80 അടക്കമുള്ള സാറ്റലൈറ്റ് ചാനലുകളെയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ധർമ്മസ്ഥലയിലെ ഗുണ്ടകൾ പാഞ്ഞെത്തിയത്. ഈ ഗുണ്ടകളെ ഡി കമ്പനി അഥവാ ഡി ഗ്യാങ് എന്നാണ് അറിയപ്പെടുന്നത്. നടന്ന കൊലപാതകങ്ങളെല്ലാം തന്നെ ഈ ഗ്യാങ്ങിന്റെ ശക്തമായ പിന്തുണയോടുകൂടിയാണ് മൂടപ്പെട്ടത് എന്നാണ് അറിയുന്നത്. മാത്രമല്ല, ആർക്കു വേണ്ടിയാണോ കൊലപാതകങ്ങൾ നടത്തുന്നത് എന്ന് വാർത്തകൾ വരുന്നു, ആ അധികാരികൾക്ക് വേണ്ടി തന്നെയാണ് ഈ ഡി ഗ്യാങ് പ്രവർത്തിക്കുന്നത്. അതിൽ പ്രധാനിയായ ഒരാളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ധർമ്മസ്ഥലയിലെ അക്രമങ്ങൾ വളരെ കാലമായി തന്നെ ഉള്ളതാണ്. അതെന്തിനു വേണ്ടിയാണ്, ആർക്കു വേണ്ടിയാണ് എന്നൊക്കെ ആ ഗ്യാങ്ങിൽപ്പെട്ട എല്ലാവർക്കും തന്നെ അറിയാം. അതുപോലെ തന്നെ പെൺകുട്ടികൾ അടക്കമുള്ളവരെ ബലാത്സംഗം ചെയ്യുകയും ഒന്ന് കുഴിച്ചു മൂടുകയും ഒക്കെ ചെയ്യുന്ന കഥകൾ ധർമ്മസ്ഥലയിൽ പലർക്കും അറിയാവുന്നതാണ്. അത് തീർച്ചയായും ഡി ഗ്യാങ്ങിൽപ്പെട്ടവർക്ക് സ്വാഭാവികമായും അറിയാവുന്നതാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ മാധ്യമ പ്രവർത്തകരുടെ അറസ്റ്റിലാണെങ്കിലും പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കുന്നതോടെ ചില നിർണായക വിവരങ്ങൾ അറിയാൻ സാധിക്കും എന്നുള്ളതാണ് ചില കോണുകളിൽ നിന്നും പുറത്തു വരുന്നത്. നല്ല തന്റെ ഇടമുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ കിട്ടിയാൽ എല്ലാം തത്ത പറയുന്നത് പോലെ പറയുമെന്ന കാത്തിരിപ്പിലാണ് ജനങ്ങളുള്ളത്. ഇത് DGPയുടെ നേതൃത്വത്തിൽ നേരിട്ട് അന്വേഷിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ ചോദ്യം ചെയ്യാനും സാധ്യതയുണ്ട്. ഏതായാലും കാര്യങ്ങളെല്ലാം കൈവിട്ടു എന്ന് ഉറപ്പായതോടെയാണ് അക്രമത്തിലേക്ക് ധർമ്മസ്ഥലയിലെ പ്രമുഖരും ഡി ഗ്യാങ് എന്ന ഗുണ്ടാ ടീമും കടന്നിരിക്കുന്നത്. അതായത് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് ധർമ്മസ്ഥല പ്രമുഖരുടെ അടുക്കളയിലേക്ക് തന്നെ പോലീസ് നായ്ക്കൾ കയറാൻ സാധ്യതയുള്ള കേസുകളാണ്. അതായത് ഇന്നു മുതൽ തെരച്ചിൽ നടക്കുന്ന 13ാം പോയിന്റ് എന്ന് പറയുന്നത് സാക്ഷിയായ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ പ്രകാരം 5ലേറെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ട ഒരു സ്ഥലം എന്നുള്ളതാണ്. മാത്രമല്ല, റോഡിന്റെ ഏറ്റവും അടുത്ത അരികിലാണ്. ഒരു പ്രകൃതി ദുരന്തം പോലും നടക്കുന്നതായി അവിടെ കണ്ടിട്ടില്ല, മണ്ണൊലിച്ചു പോകുന്നതും കണ്ടിട്ടില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് 100% അസ്ഥി കിട്ടും എന്നുറപ്പായിരിക്കുന്നു. മാത്രമല്ല, ഈ പോയിന്റ് കൂടി കഴിയുന്നതോടെ ഇതുവരെയുള്ള അന്വേഷണ വിവരങ്ങളെല്ലാം പുറത്തുവിടാൻ പോവുകയാണ് അന്വേഷണ സംഘം. 12 പോയിന്റ് വരെ മാത്രം ഏകദേശം 100ലേറെ അസ്ഥികളും 10നടുത്ത് മൃതദേഹവും കിട്ടിയെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇനി കിട്ടാനുള്ളതും കൂടി അന്വേഷണം തകൃതിയാക്കാനാണ് സാധ്യത. അതോടെ പോകുന്നത് ആരോപണ വിധേയരായ അധികാരികളുടെ തോട്ടത്തിലേക്കാണ്. കൊലപാതകികൾ എന്നുറപ്പാകുന്നതോടെ അവരുടെ തോട്ടവും എസ്റ്റേറ്റും അരിച്ചു പെറുക്കും അന്വേഷണ സംഘം എന്നുറപ്പായിരിക്കുന്നു. ആ സൂചന അവർക്ക് തന്നെ ലഭിച്ചിരിക്കുകയാണ്. അത് താമസിയാതെ തന്നെ ഉണ്ടാകും എന്നുറപ്പായപ്പോഴാണ് ഡി ഗ്യാങ് എന്ന അവർ തീറ്റിപ്പോറ്റുന്ന മനുഷ്യമൃഗങ്ങളെ അയച്ച് മാധ്യമങ്ങളെയും മറ്റുള്ളവരെയും ഒക്കെ പേടിപ്പിക്കാൻ നോക്കിയത്. അതും സൗജന്യ എന്ന ഇതേ നരാധമന്മാർ കൊന്നു തള്ളിയ പെൺകുട്ടിയുടെ വീടിനടുത്ത് വന്നാണ് അക്രമം അഴിച്ചുവിട്ടത്. ആ കുട്ടിയുടെ അമ്മാവനെയും ആക്രമിച്ചു, ബോർഡുകൾ നശിപ്പിച്ചു. പക്ഷെ ഈ മരണവുമായി ബന്ധപ്പെട്ട ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകരും അവിടെ എത്തിയതോടെ ഡി ഗ്യാങ് ഒന്ന് ചുരുണ്ടുപോയി എന്ന് പറയാം. മഹേഷ് ഷെട്ടി, തിമ്രോഡ്, അതുപോലെ ഗിരീഷ് മഠമാർ എന്നിവരെ അടക്കമുള്ള അതിശക്തരായ പൗരപ്രമുഖരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റി ഡി ഗ്യാങ്ങിനേക്കാളും ശക്തരാകുകയാണിപ്പോൾ. ഇവരുടെ പഴയ ഗുണ്ടായുസവുമെല്ലാം നടക്കാതെ പോകുകയാണിപ്പോൾ. പക്ഷേ സത്യമറിയാനുള്ള അവസാന നിമിഷം വരെ ആക്രമണത്തിലേക്ക് കടക്കരുത് എന്ന് ആക്ഷൻ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു. അതിനിടയിലാണ് പഴയ കാലം മുതൽ തന്നെ ഡി ഗ്യാങ്ങിലുള്ള ചില ആളുകൾ പോലീസ് പിടിയിലാകുന്നത്. അത് സത്യമറിയാനുള്ള നീക്കത്തിന്റെ വേഗത കൂട്ടും എന്നുറപ്പായി കഴിഞ്ഞു. ഏതായാലും ധർമ്മസ്ഥലയിലെ പാവങ്ങളെ കൊന്നു തിന്നുന്ന നരാധമന്മാരുടെ കാര്യങ്ങളിൽ ഏകദേശം തീരുമാനമാകുകയാണ്. ഒരു കാര്യം ഉറപ്പിച്ചിരിക്കുന്നു, ധർമ്മസ്ഥലയിലെ പ്രമുഖരും അവർ തീറ്റിപ്പോറ്റുന്ന ഡി ഗ്യാങ്ങും മെല്ലെ മെല്ലെ പഴങ്കഥയാവുകയാണ്. തിന്നും കുടിച്ചും പിച്ചിച്ചീന്തിയും പതിറ്റാണ്ടുകൾ അഭിരമിച്ചവരുടെ അവസാനം എടുത്തിരിക്കുകയാണ്. അതിന്റെ അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോമനാഥ് സാഫല്യയുടെ അറസ്റ്റ് അതിന്റെ നാന്ദി കുറിക്കുകയാണ്.